സീരീസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വെളുപ്പിന് ഒരു 1 o'clock ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല, വിശപ്പിൻ്റെ വിളി വന്നു, ഒന്നും നോക്കില്ല, അടുക്കളയിലോട്ട് പോയി കിട്ടിയ സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടി. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അതിനുള്ള സാമഗ്രി സാധനങ്ങളെല്ലാം പെറുക്കി ആദ്യം നമ്മൾ ഓർഡറാക്കി താഴെ വെക്കുക. അവസാനം നിമിഷമാകുമ്പോൾ തപ്പം പോവാണ്ടിരിക്കുക. ഫ്രീസറിൽ ഫ്രോസൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് തപ്പിപ്പോയി എനിക്ക് ഈ സലാമി കിട്ടി. ഈ കുന്ത്രാണ്ടാണെങ്കിൽ ഒടുക്കത്തെ കട്ടി. എനിക്ക് വിശന്ന് പണ്ടാറടങ്ങിയിട്ട് വയ്യ. എന്നാലും നമുക്കിത് വെള്ളത്തിൻ്റെ അകത്ത് വെച്ച് ഒന്ന് ലൂസാക്കി എടുത്തിട്ടേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ കട്ടി പൊട്ടിച്ചെടുക്കേണ്ടി വരും നമ്മൾ. അതിനെ നമുക്ക് അതിന് ചപ്പാത്തി ഒന്ന് ചുട്ട് മാറ്റി വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഈ സലാമി ഇട്ട് കൊടുത്ത് ഇച്ചിരി ഗാർലിക് പൗഡർ അതിലോട്ട് രണ്ടിലും ഇച്ചിരി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഒറിഗാനോ. അതിനുശേഷം വീണ്ടും അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓപ്ഷണബിൾ ആണ്, കാരണം ഇതെല്ലാം എൻ്റെ തട്ടിക്കൂട്ടാണ്. അത് ഞാൻ ചപ്പാത്തി എടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഷേജ്വാൻ സോസ് ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം മയവും ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ച സലാമിയും കൂടി എടുത്ത് അതിൻ്റെ അകത്തോട്ട് വെക്കുക. ഇതിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാനായിട്ട് ചീസ് ഇടാൻ താല്പര്യമുള്ളവർക്ക് അതും ഇടാം. സംഭവമെല്ലാം സെറ്റാക്കി വന്നപ്പോഴത്തേനും പാതിരാത്രി 1:30 കഴിഞ്ഞു. അങ്ങനെ നമ്മളിത് മിണ്ടാണ്ട് ലൈറ്റെല്ലാം ഓഫാക്കി പയ്യെ സൗണ്ടൊക്കെ ഇല്ലാണ്ട് നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. സാധനം കഴിച്ചു നോക്കി. ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല കഴിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയായിരുന്നു. ഇത് കംപ്ലീറ്റ്ലി എൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഇതിൽ വല്ല പൊട്ടത്തരം ഉണ്ടോ എന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പക്ഷെ എനിക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല, ഞാനിതെല്ലാം വലിച്ചു പഠിച്ച് അന്ന് കഴിച്ച് കിടന്നു വന്നാൽ പിന്നെ ശരിയെന്നാ. ഗുഡ് ബൈ ഗായ്സ്.